സുധാകരൻ ഏറ്റവും നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം പല അഭിപ്രായങ്ങളും വെട്ടി തുറന്ന് പറയാറുണ്ട്. അത് അതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരു നിഷ്കളങ്കനാണ്. അതേപോലെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ തുടർന്നാലും ഇല്ലെങ്കിലും വളരെ മാന്യനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. കേരള സർക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവരും സർക്കാർ പരിപാടിയിൽ രാഷ്ട്രീയം പറയുകയാണ്. വെള്ളാപ്പള്ളി നടേശന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഇപ്പോൾ അയോഗ്യതയാക്കിയിരിക്കുകയാണ്. അല്ല, അത് ആ സംഘടനയുടെ ആഭ്യന്തര വിഷയമാണ്. രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ ഞങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. ഞങ്ങൾ അദ്ദേഹത്തിനെ വിമർശിച്ചത് അദ്ദേഹം ഒരു സമുദായത്തിന് ഒരു ജില്ലയും പേരെടുത്ത് കുറ്റപ്പെടുത്തിയപ്പോഴാണ് ഞങ്ങൾ അദ്ദേഹത്തിനെ വിമർശിച്ചത്. പക്ഷേ SNDP യോഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട അവരാണ്. അതിലൊരിക്കലും കോൺഗ്രസ് പാർട്ടിയോ UDF ഇടപെടില്ല. അപ്പോൾ അത് കോടതിയുടെ വിധി അനുസരിച്ച് നടക്കട്ടെ, എത്രയോ പറയുന്നു. ഇതുപോലെ ഇന്നലെ ദേശീയപാതയുടെ ഉദ്ഘാടന വേളയിൽ കേന്ദ്രം ചെയ്തത് ശരിയായിട്ടുള്ള നടപടിയല്ല. ഒന്ന്, ഇന്നലെ പ്രധാനമന്ത്രി വന്ന ദിവസം ലോക്സഭ സ്പീക്കർക്കെതിരെ അവിശ്വാസം വന്ന ദിവസത്തിൽ സഭയിൽ മറുപടി പറയാൻ ബാധ്യസ്ഥനായ പ്രധാനമന്ത്രി ഇന്നലെ സഭയിൽ നിന്ന് വിട്ടുന്നു. അത് ഏറ്റവും കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. രണ്ട്, കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന് അതിൽ പങ്കുണ്ട് വർക്കിൻ്റെ കൂട്ടത്തിൽ. ഇപ്പോൾ വകുപ്പ് മന്ത്രി ക്ഷണിക്കേണ്ടതായിരുന്നു. അതിലിപ്പോൾ അവരുടെ കുടുംബത്തിലെ സംബന്ധത്തിൻ്റെയും കല്യാണത്തിൻ്റെയും കാര്യമൊന്നും കേന്ദ്രത്തിന് അന്വേഷിക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ക്ഷണിക്കേണ്ടത് മാന്യതയാണ്. അത് ചെയ്തില്ല. അപ്പോൾ ഒന്നാമത്തെ തെറ്റ്, ലോക്സഭയിൽ പ്രധാന വോട്ടെടുപ്പുള്ളപ്പോൾ വിപ്പുണ്ട്, BJPക്കും വിപ്പുണ്ട്, കോൺഗ്രസിനും വിപ്പുണ്ട്. പിന്നെ ഞങ്ങളുടെ MP ഞങ്ങൾ എക്സംഷൻ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസിയിൽ നടക്കുന്ന പരിപാടിയായിരുന്നു. പക്ഷെ പ്രധാനമന്ത്രി ചെയ്തപ്പോൾ അതൊരു ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. പിന്നെ ഇത് പറയുമ്പോൾ കേരള സർക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവരും സർക്കാർ പരിപാടിയിൽ രാഷ്ട്രീയം പറയുകയാണ്. PRDയുടെ 10 വർഷം മുമ്പുള്ള UDFന്റെ ഭരണത്തിനെ കുറിച്ച് മോശപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റുകളും സർക്കാർ പരിപാടിയിൽ MLA ക്ഷണിച്ചു വരുത്തി അപമാനിച്ചതും, അതായത് മുണ്ടക്കൈ ചൂരൽമല ഭവന പദ്ധതികളുടെ ഉദ്ഘാടനത്തിൽ. അപ്പോൾ ഇവരും ചെയ്യുന്ന തെറ്റാണ്. അപ്പോൾ ഇവർ തെറ്റ് ചെയ്യുമ്പോൾ കേന്ദ്രം ഒരു ചവിട്ട് കൊടുക്കുന്നു. കേന്ദ്രം ചവിട്ടുമ്പോൾ ഇവർ തിരിച്ച് ചവിട്ടും. രണ്ടുപേരും കുറ്റക്കാരാണ്. അതൊക്കെ പാർട്ടി മുന്നണി എടുക്കേണ്ട തീരുമാനമാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ തീരുമാനം വരട്ടെ, അപ്പോൾ ആലോചിക്കാം. സുധാകരൻ ഏറ്റവും നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം പല അഭിപ്രായങ്ങളും വെട്ടി തുറന്ന് പറയാറുണ്ട്. അത് അതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരു നിഷ്കളങ്കനാണ്. അതേപോലെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ തുടർന്നാലും ഇല്ലെങ്കിലും വളരെ മാന്യനായിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് സഭയിൽ പ്രവർത്തിച്ചിരുന്നു. ഏത് ന്യായമായ കാര്യത്തിന് സമീപിച്ചാലും പാർട്ടി നോക്കാതെ അദ്ദേഹം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ വട്ടിയൂർക്കാവിലെ തന്നെ ജംഗ്ഷൻ വികസന കാര്യങ്ങളിലൊക്കെ ഞാൻ സമീപിച്ച സമയത്ത് തികച്ചും അനുകൂലമായിട്ടുള്ള സമീപനമാണ് അദ്ദേഹം കൈക്കൊണ്ടിരുന്നത്. അത് അദ്ദേഹം ഒരു പൊതുസമൂഹത്തിന് ഒരു അസറ്റാണ്. ഇനി പതിവ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ തുടർന്നാലും ഇല്ലെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ടി UDF തീരുമാനിക്കണം. ഏതാ ഖജനാവ് കാലിയാക്കുന്നതല്ലേ. ഇനി ഇറങ്ങി പോകുമ്പോഴേക്കും 2 ദിവസം കൂടി ഉള്ളതും കൂടെ അടിച്ചു മാറ്റി പോവാം എന്നാണ് അവർ നോക്കുന്നത്. ഇവിടെ പണിയെടുക്കുന്നവർക്കൊന്നും കൂലിയില്ല, അല്ലാത്തവർക്ക് മാത്രം ഖജനാവെന്ന് വാരി കോരി കൊടുക്കും. അതാണ് സ്ഥിതി. അതാ വരുന്നത്. ഇപ്പോ കേരളത്തിനെ വരെ ബാധിച്ചു. ഇപ്പൊ 20% മാത്രമേ ഹോട്ടലുകൾ ബാക്കിയുള്ളൂ. ആ ഹോട്ടലിൽ ചെന്നാൽ ചോറ് മാത്രം കഴിക്കുന്നവർക്ക് ചപ്പാത്തി കിട്ടും. ചില സ്ഥലത്ത് ചപ്പാത്തി കാരം ചോറ് കാരം ആരും പറഞ്ഞിട്ട് നിവർത്തിയില്ല. അത്ര ഐറ്റം കുറഞ്ഞു. മെനു ഇല്ല. അപ്പോൾ കാണുന്ന മെനുവും ഭക്ഷണമായിട്ടൊരു ബന്ധവുമില്ല. ഇത് കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്തമാണത്. കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ശക്തമായ നടപടി കേന്ദ്രം എടുക്കണം. എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. വീടുകളെ മാത്രമല്ല, എല്ലാ രംഗത്തും ബാധിച്ചു. സമസ്ത മേഖലയിലും ബാധിച്ചു. അപ്പം അത് കേന്ദ്രം അടിയന്തര നടപടി സ്വീകരിക്കണം.